നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തു. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി CG അരുൺ സിംഗ് ചേർന്നു. അരുൺ, ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ എടുത്തിട്ടുള്ളത്. ഇതുവരെ എടുത്തതിൽ നിന്ന് ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യം കിട്ടാത്ത വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് നടി DGPക്ക് നേരിട്ട് പരാതി നൽകിയത്. ആ പരാതി വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ കൈമാറുകയും മ്യൂസിയം പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബലാത്സംഗ കുറ്റവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന 2 വകുപ്പുകളുമാണ് പ്രധാനമായിട്ടും ചുമത്തിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് 2016 ജനുവരിയിൽ തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ പ്രിവ്യൂ കാണുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിൽ വെച്ചായിരുന്നു അത് കണ്ടിരുന്നത്. അതിനുശേഷമാണ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 376, 354 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യം കിട്ടാത്ത കുറ്റം ചുമത്തി കേസ് എടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രഞ്ജിത്തിനെതിരെ എടുത്തതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ അന്വേഷണത്തിലെടുത്ത ആദ്യത്തെ കേസ്. അതിൽ 354 ചുമത്തിയിരുന്നത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന വകുപ്പ് വേണമെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് അത്. എന്നാൽ ഇവിടെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റമാണ്. ഒരു കാരണവശാലും പ്രഥമ ദൃഷ്ട്യാ ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ് കുരുക്ക് മുറുക്കിയിട്ടുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും ആ നടിയുടെ വിശദമായ മൊഴിയും ഒപ്പം തന്നെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയ ശേഷം പോലീസിന് പ്രതിയിലേക്ക് പോകേണ്ടി വരും. പ്രതിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. എന്നാൽ സിദ്ദിഖിന്റെ പരാതിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ പറയപ്പെടുന്ന ആരോപണങ്ങളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണെന്നും തെളിവുകളില്ലാത്തതാണെന്നും ഒരു പ്രശസ്തിക്ക് വേണ്ടി തയ്യാറാക്കിയതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് സിദ്ദിഖ് പരാതി നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും ആ പരാതി പ്രാഥമികമായി പരിശോധിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബലാത്സംഗ കുറ്റം ചുമത്തി FIR ഇടാൻ പോയത്. പക്ഷേ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും ആ നടിക്കെതിരെ സിദ്ദിഖ് നൽകിയ പരാതി കൂടി പരിഗണിക്കും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഏറ്റവും ഗുരുതരമായ കുറ്റവും ചുമത്തിക്കൊണ്ടാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് ഈ പരാതിയുടെ ഈ ലൈംഗിക ആരോപണത്തിന്റെ പേരിലായിരുന്നു സിദ്ദിഖ് രാജിവെച്ചത്. എന്തായാലും അതിനുശേഷം ആ നടി പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. നിയമ നടപടികൾക്ക് പല തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു നിലപാട്. എന്നാൽ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ അവരുമായി നേരിട്ട് സംസാരിക്കുകയും പരാതി നൽകുകയാണെങ്കിൽ 100% സുരക്ഷിതമായി അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGPക്ക് ഇമെയിൽ മുഖേന പരാതി നൽകുകയും ഇന്നലെ രാത്രി തന്നെ കേസെടുക്കുകയും ചെയ്തത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു. നീതു, അരുൺ, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, അതുപോലെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ കേസിന്റെ തുടർ നടപടി, അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? നിലവിലത്തെ തീരുമാനത്തിൽ മ്യൂസിയം പോലീസിലാണ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരാതിയിൽ കൃത്യമായിട്ട് കുറ്റം നടന്ന സ്ഥലം അല്ലെങ്കിൽ ബലാത്സംഗം നടന്ന സ്ഥലം പറയുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മസ്കറ്റ് ഹോട്ടലാണ്. മസ്കറ്റ് ഹോട്ടൽ എന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഹോട്ടൽ എന്ന് പറയാം. KTDCയുടെ ടൂറിസം വകുപ്പിന്റെ KTDCയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. KTDCയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ആ ഹോട്ടലിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരത്തെ സ്ഥലമാണ് മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത്. അത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ആ കേസിന്റെ FIR ഉടൻ തന്നെ ഈ പ്രത്യേക സംഘത്തിന് കൈമാറും. പ്രത്യേക സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോവുക. മ്യൂസിയം പോലീസിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ കേസിന്റെ അന്വേഷണത്തിന് ഉൾപ്പെടുത്തും. അവരെ നേരിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. സാങ്കേതികമായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ പരാതി നൽകിയിട്ടുള്ള, ഇപ്പോൾ കേസിന് കാരണമായിട്ടുള്ള നടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള മൊഴി ആദ്യം രേഖപ്പെടുത്തും. അതിനുശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്തണം. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 164 വകുപ്പ് അനുസരിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തണം.
പ്രകാരം 2016 ജനുവരിയിലാണ് കുറ്റം നടന്നത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളൊക്കെ പറഞ്ഞുള്ള പരാതികളാകുമ്പോൾ അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ലഭിക്കുമോ? ഒന്ന്, മസ്കറ്റ് ഹോട്ടൽ CCTV ക്യാമറകൾ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ 8 വർഷമായതുകൊണ്ട് CCTV ക്യാമറയുടെ ഔട്ട്പുട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, ഈ പറയപ്പെടുന്ന ദിവസം ഇതേ മസ്കറ്റ് ഹോട്ടൽ ഉൾപ്പെടുന്ന ടവർ പരിധിയിൽ ഈ പരാതിക്കാരിയും പ്രതിയായ സിദ്ദിഖും ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ഉറപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൾ വിവരങ്ങളോ അല്ലെങ്കിൽ ടവർ വിവരങ്ങളോ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സാങ്കേതിക തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മസ്കറ്റ് ഹോട്ടലിൽ 2016 ആണെങ്കിൽ പോലും ആ ദിവസത്തെ പഴയ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഈ പറയപ്പെടുന്ന ദിവസം ഈ സിദ്ദിഖ് ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ളത് പ്രധാനപ്പെട്ട തെളിവായി ഈ കേസിൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം അതോടൊപ്പം തന്നെ രഹസ്യമൊഴി കൂടി എടുക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രേഖപ്പെടുത്തുന്ന രഹസ്യമൊഴിയിലും ഈ സിദ്ദിഖിനെതിരായിട്ടുള്ള ഗുരുതര ആരോപണം ഈ നടി ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള അടുത്ത വഴി സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് പോവുക എന്നത് തന്നെയാണ്. ചോദ്യം ചെയ്യുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ ചോദ്യം ചെയ്യലിൽ സിദ്ദിഖിനെതിരെ ഈ ആരോപണം നിഷേധിക്കാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അത്തരം തെളിവുകൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റിലേക്ക് പോകും. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക. പക്ഷേ ബലാത്സംഗം കുറ്റം ചുമത്തിയ കേസായതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ റിമാൻഡിലേക്ക് പോവുകയും ചെയ്യും. പിന്നീട് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ ആയിരിക്കും ഇത്തരത്തിലുള്ള കേസുകളിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് നിമിഷവും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള ഒരു അവസരം കിടപ്പുണ്ട്. പ്രത്യേകിച്ച് പഴകിയ കേസും ഇപ്പോഴൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലുള്ള കേസുമായതുകൊണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് വേഗം കോടതിയിൽ സമീപിക്കാം. സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു CG അരുൺ സിംഗ്.